ആരും കവർ കണ്ടിട്ടല്ല നിങ്ങൾ വാളുകൊണ്ട് അങ്ങനെ ആരും വിചാരിക്കണ്ട. കവർ റോളുക എത്ര ഇക്കിടേണ്ടി ഇട്ടവണും കൊന്തുണ്ട് റബ്ബു കൊന്തുണ്ട് നമുക്ക് കൊന്തിക്കൂ ഇല്ലേ ഇല്ലേ ಇಂಡು ತೋಲು ನಂಗೆ ಎವಡೆ ನಿಂಗೆ ಅತ್ತರ ತರ್ನು ಅತ್ತರ തന്നെ മാത്രം വാൾ ചൊല്ലേണ്ട് ഒന്ന് ചൊല്ലട്ടെ നോക്കാം. നൗഫൽ സഖാഫി ഒരു പക്കത്തിൽ ഡിമാൻഡ് ആക്കിയത് ನಾನು ಪಂತಾಹ್ವಾನಾಕಡೆ ಚಾಲೆಂಜ್ ಬೈ ಚಾಲೆಂಜ್ ഒരു കമ്മീഷൻ എടുക്കട്ടെ, ഒരു ബ്രോക്കർ നിപ്പാട്ടിട്ടാവട്ടെ, ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടാവട്ടെ ഞങ്ങളെ വാളുക വിളിച്ച എത്ര പക്കത്തിൽ നിങ്ങൾ വാളുക പോയിട, എത്ര ഉറൂസുക പോയിട, എവിടെയെല്ലാം പോയിട, ഗൾഫുക പോയിട, ഇനിയും പോകുണ്ടോ ഈ നോമ്പോലു ചൊന്നുകൊണ്ട് വന്നേ. എവിടെ ഇൻഷാ അല്ലാഹ് അള്ളാഹു എത്തുപാട്ടി തന്നെങ്കിൽ ഞാൻ ചൊന്നുകൊണ്ട് വന്നേ. പക്ഷെ ഇണ്ട് തോലും നിങ്ങൾ ഇത്ര തന്നെങ്കിൽ വാളു ചൊല്ലിട്ട് നാനാവട്ടെ ನನ್ನ ಒಟ್ಟಿಗೆ ಉಳ್ಳಂಗಲ ಕೊಂಡಾವಟ್ಟೆ ನಂಗೆ ಚೊಲ್ಲು ಮಾಡಿಟ್ಲೆ ನನ್ನ ಒಟ್ಟಿಗೆ ಉಳ್ಳಂಗ ಕಾಲ್ ಬಂಡುಲ ಅದೇ ಉಸ್ತಾದರ ಫೀಸ್ ಎತ್ತರಂಟ್ ಆರಿಂಕು ಫೀಸ್ ಬಡಿ ಬಾಟಿರೆ ಈ ಬಿಲಿಕ್ರಂಕು ಫೀಸ್ ಎತ್ತರಂಟ್ ಕೇಕೋ ಬಡಿ ಪಾಟಿ ಉಣಾರೆ വല്ലാഹി സുമ്മ വല്ലാഹി ഇണ്ടു തോലും ഒരു ഫീസ് തന്നിട്ട് വാള് ചൊന്നത് ഏതെങ്കിലും ഒരു വാളുക ബിൽച്ചവണ് ചൊന്നെങ്കിൽ 4 നണ്ട വാൾ നാനിപ്പാട്ടെ ഇൻഷാ അല്ലാഹ് ധൈര്യത്തിൽ ചൊല്ലണം മാത്രം. ഇത്ര ഫീസ് കേട്ടിട്ട് അയാൾ വാള് ചൊന്ന വന്നിട്ട് ഞങ്ങൾ റായത്തേക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ടല്ലേ ഇത്രയും പബ്ലിക് എന്നാ ചൊന്നുണ്ടല്ലേ. ഇത് നിങ്ങൾ മാത്രമല്ല കേട്ടോണ്ടല്ലോ, ഇതാ ഈ എതിർല് ഇത്ര ദുനിയാവിടെ എല്ലാവരും കേട്ടോള്ളാറ്. അപ്പൊ ആ ചൊല്ലണമെങ്കിൽ ധൈര്യം ചെറിയ ധൈര്യമല്ല, അത് 100% ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ അങ്ങനെ പബ്ലിക് ചൊല്ലക അവിടെ ചൊന്നുകൊണ്ട് വന്നേ. പക്ഷെ എന്തിനാ ഇങ്ങനെ വാളുക പോണ്ട് കേട്ടെങ്കില് ഞങ്ങൊന്നും മറിച്ചെങ്കില് ഞങ്ങൾ മറിച്ചേണ്ട ഒരു ശുദ്ധി കേൾക്കുമല്ലേ. പണ്ടത്തെ പോലല്ലേ ഇന്റെ വാട്സപ്പിൽ വിഷയം അപ്പൊ ഞങ്ങൾ മറിച്ചാണ്ട് ഒരു വിഷയ വാട്സപ്പിൽ ഇങ്ങനെ വരുമ്പോ സ്റ്റേറ്റസിൽ ഇങ്ങനെ എടുത്തു വയ്ക്കുമ്പോ അത് കാലി വാട്സപ്പിലും ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ മറിച്ചായിട്ടിക്കും ബാബാ ഷാ എന്തിനാ ബാബാ എന്തിനുള്ള ബാബാ ഈ മരിപ്പ് അങ്ങനെ ചെന്നിട്ട് കമന്റ് അടിച്ചിട്ട് മെയ്യാമല്ലേ. ഒരു യാസീനെങ്കിലും ഓതിട്ട് ഹദിയാക്ക മനസ്സ് പറഞ്ഞു ഞങ്ങളെ വാള് കേട്ട് മുത്തു മൂമിനീങ്ങും ഉമ്മ പെങ്ങന്മാരും ഒരു ഖത്തുമെങ്കിലും ഓതിട്ട് അങ്ങനെ വേണം. ഒരു ഖത്തുമെങ്കിലും ഓതിട്ട് ഞങ്ങളെ പേരിൽ ഹദിയാക്ക മനസ്സ് പറഞ്ഞു. ആ ഒരു ചിന്തയിലല്ലാണ്ട് ചൊല്ലട്ട മുസ്ലിമേ ഒരു ജാവും ഞങ്ങൾ ഉറക്ക് വഹിച്ചിട്ടില്ല. എല്ലാ ജാവും വാള് കലിഞ്ഞിട്ട് ദർശകെത്തുമ്പോ 2 ഗಂಟೆ 3 ಗಂಟೆ പിന്നെ സുബഹിയുടെ നടുല് ഉറങ്ങുക എത്ര ഗಂಟೆ നിങ്ങൊന്ന് കണക്ക് കൂട്ടൊരു നോക്കിടവണക്ക് ഭാര്യ കൊസി ഓ ഭാര്യ വാളുക പോണ്ടേ ഉലവാവ നാലുകും പോണ്ടേ പൈസ എത്രയ്ക്കൂ ಅದಕ್ಕೆ ನಾನು ಪಾಡೆ ಜೊನ್ನೆ ತಂಡವನಿಗೂ ಪೈಸೆ ತರ ಉಂಡು ಗೊಂತುಂಡು ರಬ್ಬಗುಂ ಕಾಂಡಿ ಕಿಟ್ರ ನಂಗು ಗೊಂತು ಅದೇ ಟೈಮಲ್ಲಿ ಜಾವು പോയിട്ട് ഒരു 1 ಗಂಟೆയുടെ വർക്ക് സുബഹി നിസ്കാര കലിഞ്ഞിട്ട് മറുവ മുത്തല്ലിമീങ്ങളെ കൂട്ടത്തില് 2 ശിഷ്യന്മാർക്ക് നക്ക് കിതാബ് ഓതി കൊടുക്കണു. പിന്നെ പോൽമാനത്തിൽ ഒരു 1 ಗಂಟೆ 1.5 ಗಂಟೆ വർക്ക് കിട്ടു. ഇതല്ലേ ജാവുമാന ഇടി ഉറക്ക വഴിച്ചിട്ട് വാളുക പോണ്ട ഉസ്താദുമാരുടെ അവസ്ഥ. അത് നണ്ടത് മാത്രല്ല എല്ലാരും അവസ്ഥ അങ്ങനെയല്ലേ. ഓ മോമിനീങ്ങള് ആ ഉസ്താദുമാരെ ആഫിയത്തുള്ള ദീർഘായുസ്സുകമേനായിട്ട് വാല കേട്ടെങ്കിൽ മെയ്യാവാല് നിങ്ങൾ എല്ലാരും നിസ്കാരത്തെ പായിൽ വെച്ചിട്ട് ദ്വാർക്കുക മറക്കണ്ട. പോയങ്ങ പിന്നെ വാപ്പാസ് വണ്ടില്ല. ഇനി മസൂദ് സഖാഫി ഉസ്താദിനെ പുതിയ വാള് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? പണ്ടത്തെ പഴയ വാളിങ്ങനെ നിങ്ങൾക്ക് കേൾക്കുക ഉണ്ടല്ലേണ്ട്. ഇനി ഞങ്ങളെ റായത്ത് വിളിക്കുന്നുണ്ടോ? ഞങ്ങളെ റായത്ത് ഓരോ പ്രോഗ്രാമുകൾ ഇനി വിളിച്ചിട്ട് വാളു ചൊല്ലുമാട്ടുകൊണ്ടോ? ഇത് ആ ഉസ്താദിനെ മാത്രല്ല നാളെ ഞങ്ങളും അവസ്ഥ ഇതുപോലെയല്ലേ.